ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭഗവത്ഗീതയാണ് വായിക്കാനുള്ളത്. നമുക്ക് 2-ാം അധ്യായം, അത് സാഖ്യയോഗത്തിൻ്റെ 63, 64 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അത് നമുക്ക് ഒന്നുകൂടെ 64-ാമത്തെ ഒന്നുകൂടെ ഓർത്തിട്ട് മനസ്സിൽ ആക്കിയിട്ട് നമുക്ക് 65-ാമത്തെ വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം 64-ാമത്തത് രാഗദ്വേഷരഹിതങ്ങളായും തനിക്ക് സ്വാധീനങ്ങളുമായുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അപ്പോൾ രാഗദ്വേഷരഹിതം എന്ന് വെച്ചാൽ ശത്രുക്കളാണല്ലോ കാമക്രോധാദികളെല്ലാം, അതിനെയെല്ലാം നിഗ്രഹിക്കുക, എല്ലാം രഹിതങ്ങളായതാണ്. അങ്ങനെയുള്ള ഒരാൾ രാഗദ്വേഷരഹിതങ്ങൾ അതൊക്കെ ഇല്ലാതായത്, രാഗവുമില്ല, കാമം ക്രോധം ഇതൊന്നും ഇല്ല, ശത്രുക്കളാണ് അതെല്ലാം. നമ്മുടെ ഒരു ഭക്തന് ഇതൊക്കെ ശത്രുക്കളാണ്. അതെല്ലാം ആരാധനയിൽ കൂടി ഇതെല്ലാം ഒഴിഞ്ഞുപോയി. അതാണ് രഹിതങ്ങളായും തനിക്ക് സ്വാധീനങ്ങളായും ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, പഞ്ച ഇന്ദ്രിയങ്ങൾ, അതും മനസ്സും ഈ ഒരു ഭക്തൻ്റെ ഉള്ളിൽ അത് സ്വാധീനത്തിൽ തന്നെ ഇരിക്കണം. നമ്മൾ അവിടെ നിഗ്രഹിച്ച് നമ്മുടെ ഉള്ളിൽ ആമ എങ്ങനെയാ അതിൻ്റെ തലയും കാലും ഒക്കെ ഉള്ളിൽ വലിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ച് ഈ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കുക. അങ്ങനെ ഉള്ളവരായാലും അന്നപാനാദി വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും. അപ്പോൾ ഒരു ഗൃഹത്തിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആഹാരം വേണം, അത് പാചകം ചെയ്യുന്നതായാലും വേണ്ടുന്ന കർമ്മങ്ങൾ, എന്തെല്ലാം ജോലികളുണ്ടോ അതൊക്കെ വിഷയങ്ങളാണ്. വിഷയം എന്ന് വെച്ചാൽ നമുക്ക് പല പല ജോലികളുണ്ട്. ഇത് എല്ലാം നിഗ്രഹിച്ചാലും ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയാലും രാഗദ്വേഷരഹിതങ്ങളായാലും എല്ലാത്തിൽ നിന്നെല്ലാം വിരമിച്ചാലും നമുക്ക് എന്ത് വേണം? അന്നപാനാദി നമുക്ക് വേണം. ആഹാരം കഴിക്കാതൊക്കത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ക്രിയകൾ, അതിൻ്റെ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും വേണം. അങ്ങനെ ആയാലും അത് പാനം, വെള്ളവും ആഹാരങ്ങളും അതിന് വേണ്ടുന്ന ജോലികളും എന്തൊക്കെയുണ്ടോ ഇതൊക്കെ ചെയ്താലും അനുഭവിക്കുന്നവനായാലും സ്വാധീനമായ മനസ്സോടു കൂടിയവൻ. ഈ സ്വാധീനമായ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിഗ്രഹിച്ച ഒരാളാണ്. എടുത്തിയാടി കുതിര ചാടുന്നത് പോലെ. കാരണം കുതിരയുടെ കടിഞ്ഞാൻ പോയാൽ കുതിര ഓടും. അതുപോലെ നമുക്ക് സ്വാധീനത്തിലില്ല ആയില്ലെങ്കിൽ മനസ്സ് എവിടെയെങ്കിലൊക്കെ അങ്ങ് ഓടും. ഇന്ദ്രിയ ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് കേട്ടാൽ അല്ലെങ്കിൽ കണ്ടാൽ അവിടേക്ക് നമ്മുടെ ആദ്യമേ ആ ഇന്ദ്രിയം, കണ്ണാണ്, നേത്രേന്ദ്രിയം അങ്ങോട്ട് പോകും. അപ്പോൾ നേത്രേന്ദ്രിയം പോകുമ്പോൾ കൂടെ മനസ്സും പോകും. അപ്പോൾ പിന്നെ ആ മനസ്സിനെ വലിച്ചുകൊണ്ട് പോണത് ആരാണ്? ഈ ഇന്ദ്രിയം, ഈ കണ്ണാകുന്ന നേത്രേന്ദ്രിയം. അങ്ങനെ ഓരോരോ കേൾക്കുന്നിടത്തേക്ക് വിളിച്ചുകൊണ്ട് പോണാരാ? ശ്രോത്രേന്ദ്രിയം, ചെവി. അപ്പോൾ അത് അങ്ങോട്ടാകുമ്പോൾ ആ മനസ്സിനെ കൂടെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ ശരീരവും ചിലപ്പോൾ എണീച്ചങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളിനെയാണ് ഇതിലെ രഹിതങ്ങളാന്ന് പറയുന്നത്. ഇതിനെല്ലാം വിരമിച്ച് ഇതിനെല്ലാം മുക്തനായവനാണ്. അങ്ങനെ ആയാലും നമുക്ക് എന്ത് വേണം? മരണം വരെ നമുക്ക് അന്നവും പാനവും ഒക്കെ വേണമല്ലോ. അത് സാധാരണക്കാരെ പോലെ തന്നെ നമ്മളൊരു വീട്ടിൽ കഴിയും, എല്ലാം ചെയ്തും ഒക്കെ കഴിയും. പക്ഷെ ഒന്നിലോട്ടും ആ ഇന്ദ്രിയങ്ങളെ അടക്കിയ ഒരാളുമാണ് താനും. എന്നാൽ എല്ലാം വിഷയങ്ങളോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നപാനാദി വിഷയങ്ങൾ വെച്ചാൽ എന്താണ്? നമുക്ക് ഒരു വീട്ടിൽ, ഒരു ഗൃഹത്തിൽ, ഇപ്പോൾ ഒരു സന്യാസി തന്നെ ആയാലും എല്ലാം ഇങ്ങനെ ആയ ഒരു വ്യക്തിയാണ്. ഒരു വിവാഹം കഴിച്ചാലും അവർക്കും ജീവിതങ്ങൾ, എല്ലാ വിഷയങ്ങളും അവർക്കുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് രാഗദ്വേഷാദികളെല്ലാം രഹിതങ്ങളാണ് താനും, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയ ആളാണ്. എന്നാലും എല്ലാവരും ചെയ്യുന്ന പോലുള്ള ജോലികൾ, വിഷയം വെച്ചാൽ അന്നന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ട വിഷയങ്ങൾ അതൊക്കെ ചെയ്യേണ്ടെന്ന രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആയിരുന്നാലും സ്വാധീനമായ മനസ്സോടു കൂടിയവൻ എന്ത് വരുന്നു? ശാന്തിയെ, മനസമാധാനത്തെ പ്രാപിക്കുന്നു. ഇതാണ് അതിനകത്തുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കൂടെ കണക്ക് ചെയ്യുകയും ചെയ്യും, എല്ലാം അങ്ങനെ കാണും. പക്ഷേ അദ്ദേഹത്തിന് ആര് എന്തൊക്കെ ദോഷം ചെയ്താലും, എന്തെല്ലാം ദുഃഖിപ്പിച്ചാലോ അല്ലെങ്കിൽ സുഖിപ്പിച്ചാലോ അവർക്ക് യാതൊരു വ്യത്യാസങ്ങൾ, സമചിത്തതയായിരിക്കും. ഇപ്പോൾ ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ പലരും പല രീതിയിലായിരിക്കുമല്ലോ. ചിലപ്പോൾ ദുഃഖിപ്പിക്കുകയോ അതായത് വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്താലും ഈ ഇന്ദ്രിയത്തെ അടക്കിയ ആളിന് യാതൊരു ദുഃഖവും ഉണ്ടാവത്തില്ല, സമചിത്തതയായിരിക്കും. സന്തോഷമാണ്, പെരിയ സന്തോഷമാണ് എല്ലാവരും കൂടെ കൊടുത്താലോ അതിൽ ആനന്ദിക്കത്തും ഇല്ല. ഈ ലോകത്തിൽ സന്തോഷം കൊടുക്കുന്ന രീതി ആയാലും ഈ മഹാനായ ഈ ഒരു വ്യക്തി
ഈ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച ആൾക്ക് സമചിത്തതയാണ്. സന്തോഷം കൊടുത്താലും അദ്ദേഹത്തിന് ഒരു കുലുക്കോ ഇല്ല, സന്തോഷിക്കത്തുമില്ല. എന്നാൽ ദുഃഖം അത്രമാത്രം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നടന്നാലോ അതിൽ വിഷമിക്കത്തുമില്ല. സുഖത്തിലും ദുഃഖത്തിലും ഏറ്റക്കുറച്ചിലില്ലാതെ സമചിത്തതയോടുകൂടിയിരിക്കും. അതെന്താ കാരണം? മനസ്സമാധാനം എന്താ അങ്ങനെ വരാൻ കാരണം? ശാന്തി സമാധാനവും അദ്ദേഹം അങ്ങനെ ആയി തീർന്നത് കൊണ്ടാണ്. സമാധാനം ശാന്തി കിട്ടിയതുകൊണ്ടാണ്. ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയതുകൊണ്ടും എല്ലാത്തിൽ നിന്നും വർജിച്ചിട്ട് എല്ലാ അഹങ്കാരങ്ങളായി രാഗ ദ്വേഷ കാമ അങ്ങനെയുള്ള എല്ലാ തന്നെ അതിൽ നിന്നെല്ലാം വിരമിച്ച ഒരാൾക്ക് സമാധാനം ശാന്തി ഉണ്ടാകും. ആര് ദുഃഖിപ്പിച്ചാലും ദുഃഖം തോന്നത്തില്ല, സന്തോഷിച്ചാലും അത് സന്തോഷിക്കാനും എല്ലായ്പ്പോഴും സമചിത്തതയായിരിക്കും. അതാണ് ഈ ശാന്തി സമാധാനങ്ങളുടെ ഒരു ഗുണം. അത് നേടിയെടുത്തിട്ടാണ് അത് കിട്ടുന്നത്. ആരെത്രമാത്രം അദ്ദേഹത്തിനെ എന്തെല്ലാം പറഞ്ഞ് ദുഃഖിപ്പിച്ചാലും അദ്ദേഹത്തിന് ഒരു വേദനയോ വിഷമോ ദുഃഖമോ ഒന്നും തോന്നത്തില്ല. നമുക്ക് 65-ാമത്തെ ശ്ലോകം വായിക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ് ഒന്നുകൂടെ മനസ്സിലാക്കിയത്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. മനസ്സമാധാനം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സർവ്വ ദുഃഖങ്ങളുടെ നാശം ഉണ്ടാകുന്നു. എത്രമാത്രം ദുഃഖിപ്പിച്ചാലും ഒരു ദുഃഖമില്ല, എല്ലാ ദുഃഖത്തിൻ്റെ നാശമാണ്. അദ്ദേഹത്തിന് യാതൊരു വിഷമവും ദുഃഖം ഉണ്ടാകുന്നില്ല. അത് മനസ്സമാധാനം അങ്ങനെ കിട്ടുന്നവർക്ക് അങ്ങനെയാണ്. അതാണ് മനസ്സമാധാനം ശാന്തിയും അത് നേടിയെടുക്കുന്നത് കൊണ്ടാണ് എത്ര ദുഃഖിപ്പിച്ചാലും ആ സമയത്ത് അതിനൊക്കെ കണ്ടും കേട്ടും നിന്ന് അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞാലും ഒരു ദുഃഖം തോന്നത്തില്ല. കാരണം ഈ വ്യക്തി ഇങ്ങനൊരു വ്യക്തി ആരും ദുഃഖിപ്പിക്കാൻ പോകത്തില്ല. കാര്യമില്ലാതെയും കാരണക്കേടായിട്ട് ആരും ദ്രോഹിക്കാൻ പോകുന്ന ഒരാളല്ല. പക്ഷേ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യമില്ലാതെയും ദുഃഖിപ്പിച്ചാൽ എന്ത് വരും? ഒരു ദുഃഖവും തോന്നുകയില്ല. കാരണം എന്താ? അദ്ദേഹം സമാധാനം നേടിയ ആളാണ്, ശാന്തി നേടിയ ആളാണ്. പിന്നെ എന്തിനാ ദുഃഖിക്കുന്നേ? അത് എന്താ സാധനം? മനസ്സമാധാനം ഉണ്ടാകുമ്പോൾ ഇവന് സർവ്വ ദുഃഖങ്ങളുടെ നാശമുണ്ടാകും. നമുക്ക് സമാധാനവും ശാന്തിയും നേടിക്കിട്ടേ ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, അതൊരു പ്രത്യേക ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ മക്കളും വിചാരിക്കണം, ഈശ്വരങ്ങളിൽ നിന്ന് നമുക്ക് സമാധാനവും ശാന്തിയും നേടാൻ ശ്രമിക്കണം. നന്നായി പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തനിയെ ഉണ്ടാകും. ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി എല്ലാത്തിൽ നിന്നും രഹിതം, കാരണം രാഗദ്വേഷങ്ങളെല്ലാം വർജിച്ച് എല്ലാത്തിൽ നിന്നും വിരമിച്ച് ശാന്തി സമാധാനം കിട്ടുന്ന ഒരാൾക്ക് എത്രമാത്രം ആരെല്ലാം ദുഃഖിപ്പിച്ചാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദുഃഖവും തോന്നുകയില്ല. എന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് സർവ്വ ദുഃഖങ്ങളുടെയും നാശം ഉണ്ടാകുന്നു. ഒരു കാരണത്തിലും ദുഃഖം ഉണ്ടാകത്തില്ല, എല്ലാ ദുഃഖത്തിൻ്റെ നാശമാണ് ഉണ്ടാകുന്നത്. എന്തെന്നാൽ അതിന് കാരണമുണ്ട്. അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്തെന്നാൽ ശാന്ത മനസ്സോടു കൂടിയവൻ്റെ ബുദ്ധി. അപ്പോൾ ഈ ശാന്തത ഉണ്ടാകണമെങ്കിൽ പ്രത്യേകിച്ച് നേടിയെടുക്കുന്നൊരു കാര്യമാണ്. അതെന്താ അങ്ങനെ വരാൻ കാരണം? എന്തെന്നാൽ ശാന്ത മനസ്സോടു കൂടിയവൻ്റെ ആ ബുദ്ധി എന്ത് വരുന്നു? സർവ്വദിക്കിലും എങ്ങോട്ട് നോക്കിയാലും എന്ത് വരുന്നു? ബ്രഹ്മത്തെയാണ് ദർശിക്കുന്നതായ പ്രജ്ഞ വേഗം സ്ഥിരത ഭവിക്കുന്നു. എങ്ങോട്ട്, കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ എങ്ങോട്ട് നോക്കിയാലും എന്താ അദ്ദേഹം കാണുന്നത്? ബ്രഹ്മ ദർശനം. അതായത് സർവ്വദിക്കിലും ബ്രഹ്മത്തെ, പരമാത്മാവിനെയാണ് ദർശിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ ദുഃഖം വരുന്നത്? അതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാതൊരു ദുഃഖമേ സർവ്വ ദുഃഖവും നശിച്ചു പോകും. കാരണം എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടാവാത്ത കാര്യം അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഉപദ്രവിക്കുന്ന ആളോ ദ്രോഹിക്കുന്ന അതായത് ദ്രോഹിക്കുകയോ മനസ്സമാധാനം കൊടുക്കാത്ത വ്യക്തിയെ പോലും കാണുമ്പോൾ എന്താ അദ്ദേഹം കാണുന്നത്? ബ്രഹ്മമാണ് കാണുന്നത്. അതിലും ഈ ദ്രോഹിക്കുന്ന ഒരാൾ ദ്രോഹം കൊണ്ടാണല്ലോ നമുക്ക് വിഷമം ഉണ്ടാക്കേണ്ട കാരണം വരുന്നത്. ഇത് വിഷമിക്കാതിരിക്കാൻ കാരണം എന്താ? അദ്ദേഹം ഈ എങ്ങോട്ട് നോക്കിയാലും അദ്ദേഹം നോക്കുന്നില്ല, ബ്രഹ്മമായി കാണുന്നത്. അവിടെ ശത്രുത്വത്തെ കാണുന്നില്ല അദ്ദേഹം. ഈ ദ്രോഹിക്കാൻ വരുന്ന ഒരു ശത്രുവായാലും പിന്നെ അത്രമാത്രം ദുഃഖിപ്പിക്കുന്ന ആളായാലും അദ്ദേഹം കാണുന്നത് എന്താ? അദ്ദേഹത്തിനെ ഈ ദുഃഖിപ്പിക്കുന്ന ആളിനെ കാണുമ്പോഴെന്താ? എങ്ങോട്ട് നോക്കിയാലും ബ്രഹ്മത്തെ അദ്ദേഹം കാണുന്നത്, അല്ല വേറൊന്നും കാണുന്നില്ല. തന്നിലിരിക്കുന്ന താനെ തന്നെയാണ് എല്ലാവരിലും അദ്ദേഹം ദർശിക്കുന്നത്. അപ്പോൾ ഈ ദുഃഖിപ്പിക്കുന്ന ആളും ഈ ദുഃഖം ഏൽക്കേണ്ടി വരുന്ന ആളും എല്ലാം പരബ്രഹ്മമാണ്. അത് അങ്ങനെ ആയി തീർന്നതുകൊണ്ടാണ് മനസ്സമാധാനം ഉണ്ടാകുന്നത്. അതാണ് ഇതിൽ പറഞ്ഞത്. എന്തെന്നാൽ ശാന്ത മനസ്സോടുകൂടിയവൻ്റെ ബുദ്ധി സർവ്വദിക്കിലും ബ്രഹ്മത്തെ ദർശിക്കുന്നതായ പ്രജ്ഞ വേഗം സ്ഥിരത ഭവിക്കുന്നു. അപ്പോൾ എവിടെ നോക്കിയാലും ബ്രഹ്മത്തെയാണ്. പിന്നെ അവിടെ ആരെങ്കിലും അന്യതായ ഉണ്ടോ? ഒരു അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹിച്ചാലോ ദുഃഖിപ്പിച്ചാലോ ഈ അറിവുള്ള ബ്രഹ്മത്തെ ദർശിക്കുന്ന ആൾക്ക് എന്തെങ്കിലും വിഷമിക്കേണ്ട കാര്യമുണ്ടോ?
അപ്പോൾ അവിടെ എവിടെ നോക്കിയാലും ശത്രുക്കളില്ല, എല്ലാം സമഭാവനയാണ്. തന്നിലെ തന്നെ പോലെയാണ്, അതായത് എന്നിലിരിക്കുന്ന എന്നെ പോലെ തന്നെയാണ് എല്ലാത്തിലും അദ്ദേഹം ദർശിക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരും ആ ബ്രഹ്മമുണ്ടെങ്കിൽ മറ്റത് സർവ്വദിക്കിലും എല്ലാത്തിലും ലോകാ സമസ്ത എന്ന് പറയുന്ന സർവത്തിലും ആ ബ്രഹ്മത്തെ ദർശിക്കുന്ന ആൾക്ക് അവിടെ രണ്ടെന്നുള്ള ചിന്തയുണ്ടോ? ഞാനെന്ന നീയെന്നും ഉണ്ടോ? അവ എല്ലാം ഏകമല്ലേ? അങ്ങനെ എന്ന് ആകുന്ന അതാണ് മനസ്സമാധാനം. അത് നമ്മളങ്ങനെ ആകുമ്പോഴാണ്, അത് അല്ലാതെ വെറുതെ കിട്ടുന്നത്, നമ്മളങ്ങനെ ആകുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. ആ സമാധാനം കൈവന്നാൽ എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ? എവിടെ നോക്കിയാലും, കാരണം നമ്മൾ ഒരു വീട്ടിൽ താമസിക്കും, എനിക്കിപ്പോഴും അനുഭവമാണ്, ഇപ്പോഴും എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ രണ്ട് തരം തമോ ഗുണവും സാത്വിക ഗുണവും രണ്ടും കൂടെ ശരിയാവത്തില്ല. നമ്മൾ ചെയ്യുന്നതൊന്നും തമോ ഗുണക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. തമോ ഗുണക്കാർക്ക് എപ്പോഴും ഇത് എന്നുവെച്ചാൽ അവർക്ക് ഈ ലോക ജീവിതത്തിൻ്റെ രീതിയാണല്ലോ. അപ്പം ദുഃഖത്തിന് അങ്ങേയറ്റമുണ്ട്. പക്ഷേ എനിക്ക് സന്തോഷം ഇതിൽ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക്, പക്ഷേ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമുക്ക് ഒഴിഞ്ഞു മാറും, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിരിക്കുക, അത്രേ പറ്റൂ. എപ്പോഴും ഒരാളിങ്ങനെ തുടങ്ങിക്കൊണ്ടിരുന്നത് എന്ത് ചെയ്യാനാ? അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ അനുഭവങ്ങളാണ്, ഇനി അനുഭവം പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും സമാധാനം എന്താ ഉണ്ടാകുന്നത്? നമ്മൾ നേടിയെടുക്കുന്നത് കൊണ്ട്. ആരും നമ്മളെ എത്രമാത്രം വേദനിപ്പിച്ചാൽ നമുക്ക് വേദന വരത്തില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ആ പറയുന്ന ആളിലും ഞാൻ തന്നെയാണ്. ആ പറയുന്ന വ്യക്തി ഈശ്വരൻ്റെ ആ ബ്രഹ്മത്തെയാണ് നമ്മൾ കാണുന്നത്. ആ പറയുന്ന ആളതല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എവിടുന്നാണ് പിന്നെ ദുഃഖം വരുന്നത്? ദുഃഖിപ്പിച്ചാൽ ദുഃഖവും ഇല്ല. ആരെങ്കിലും നിങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞാലെന്തോ, അവിടെ സന്തോഷിക്കേണ്ടേ കാര്യമില്ല. അതൊക്കെ ഏറ്റക്കുറച്ച് ഇന്ന് സന്തോഷിക്കുന്ന അടുത്ത നേരം ദുഃഖിപ്പിക്കും. രണ്ടിനും സമയത്തത മതി, ഒന്നിലും കൂടുതൽ വേണ്ട. ദുഃഖത്തിലും സുഖത്തിലും ഒരേ മനസ്സ് തന്നെ മതി. അതാണ് സമാധാനം, മനസ്സമാധാനം. അതാണ് അത് നമ്മൾ നേടിയെടുക്കുക. അപ്പോൾ എന്താ? സർവ്വദിക്കിലും ബ്രഹ്മത്തെ ദർശിക്കുന്നതായ പ്രജ്ഞ, അതാണ് വേഗം നമുക്ക് സ്ഥിരത ഭവിക്കും, നമുക്ക് സ്ഥിരതയായി മാറും. അപ്പോൾ എന്തൊരു സന്തോഷം, അത് ആ ആനന്ദമാണ് നമുക്ക് നിർവൃതി കൊള്ളുന്നത്. നമുക്ക് ഈ ലോകത്ത് ഈ മറ്റുള്ളവർ തരുന്ന സന്തോഷത്തിലല്ല നമ്മൾ നിർവൃതി കൊള്ളുന്നത്. നമ്മൾ ഈ ബ്രഹ്മത്തെ ദർശിക്കുമ്പോൾ ആനന്ദമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ഇത് പറയുമ്പോൾ നമുക്കത് ഉണ്ടാകും. കാരണം നമ്മൾ എല്ലായിടും ദർശിക്കുന്നത് എന്താണ്? ആ പരബ്രഹ്മത്തെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകുന്നു. അതും മറ്റുള്ളവർ തരുന്ന സന്തോഷം രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഒരാൾ ദുഃഖിപ്പിക്കുന്നെങ്കിൽ അടുത്ത സമയം അയാൾ സന്തോഷിപ്പിക്കുന്നിരിക്കട്ടെ. ഇത് രണ്ടും വേറെ രീതിയായി. ലോകത്തിലുള്ള സുഖ സന്തോഷമാണ്. അവർക്ക് ആനന്ദത്തെ തരാൻ അവർക്ക് അറിയില്ല. അവർ ഈ ലോക ജീവികളാണ്. അപ്പോൾ പരമാത്മാവിൽ ലയിച്ച് ആനന്ദിക്കുന്നൊരു വ്യക്തിക്ക് ഈ ആരെങ്കിലും ദുഃഖിപ്പിക്കുന്ന ഒരു ആളിനെ കൂടെ നമ്മൾ കാണുമ്പോൾ, അതിലും ബ്രഹ്മമാണെന്ന് നമ്മൾ സന്തോഷിക്കുമ്പോൾ, അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും? ആനന്ദ ബ്രഹ്മത്തെ നമ്മൾ ആനന്ദിച്ചുകൊണ്ട് നമുക്ക് അതിൽ തന്നെ നിർവൃതി കൊള്ളാനുള്ള ഒരു സന്തോഷമുണ്ട്. അതാണ് സമാധാനം. ആ ശാന്തി സമാധാനം നമുക്ക് നേടിയെടുക്കണം. അതാണ് ആവശ്യം എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഒരു നേരവും ആനന്ദമില്ലാതിരിക്കത്തില്ല. അതിന് ഏറ്റക്കുറച്ചിൽ വെച്ചാൽ അത് സമമായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് ഈ സമാധാനം. പരമാത്മാവിൽ നിന്ന് കിട്ടുന്ന സമാധാനം നിലനിൽക്കുന്ന ശാശ്വതമായ ഒന്നാണ്. പക്ഷേ മറ്റുള്ളവർ തന്നെ സമാധാനവും അതായത് സന്തോഷവും ദുഃഖവും എന്താ? ഇപ്പം 5 മിനിറ്റ് നേരത്തേക്ക് ഒരു സന്തോഷം തരുന്നത്, അടുത്ത നിമിഷം ഒരു ദുഃഖവും തരും. എന്തെങ്കിലും അർത്ഥമുണ്ടോ? പെട്ടെന്ന് അവർ മാറി തിരിയുന്നത്. ഇപ്പം 5 മിനിറ്റ് നേരത്തേക്ക് എന്തെങ്കിലും സന്തോഷം തരുന്നത്, അടുത്ത നേരം അവർ നമ്മളെ ദ്രോഹിക്കും. അത് ഈ ലോക ജീവിതം അങ്ങനെയാണ്. നമ്മൾ അതിലോട്ട് കടന്നു പോകാതെ അതിലും ഇതിലും എല്ലാ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് പരമാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കാം. ആരെന്ത് പറഞ്ഞാലും നമുക്ക് അപ്പോഴവിടെ ആനന്ദിക്കാം. അതാണിത് വേണ്ടത്. അതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അത് തന്നെയാണ്. ഇത് മനസ്സിലാക്കിയെങ്കിലേ ഇത് അനുഭവിച്ച് വരുമ്പോൾ ഇത് ശരിയാണമ്മേ നിങ്ങളൊക്കെ പറയും. അതുകൊണ്ട് നമുക്കിനി അടുത്ത ശ്ലോകം വായിക്കാം. അപ്പം നമ്മൾ എന്താ വേണ്ടേ? സർവത്തിലും ഈശ്വരനെ ദർശിക്കണമെങ്കിൽ നമ്മളതായി തീർന്നാലേ ആ സന്തോഷവും സമാധാനവും ആനന്ദവും നമുക്ക് ഉണ്ടാവുള്ളൂ. നാസതി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവയത ശാന്തി അശാന്തസ്യ ഗതസുഖം. ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്താത്തവന് ശാസ്ത്രങ്ങളിൽ നിന്നും ആചാര്യങ്ങളിൽ നിന്നും സിദ്ധിക്കപ്പെടുന്ന ആത്മവിഷയകമായ ബുദ്ധി, അത് പ്രജ്ഞ, ആത്മസ്വരൂപജ്ഞാനം ഉണ്ടാകുന്നില്ല. ആത്മജ്ഞാനം നമുക്ക് ഈ ശാസ്ത്രം, ഈ ഭഗവത്ഗീത വായിച്ചാലോ ഭാഗവതം വായിച്ചാലോ, അതല്ലാതെ ഒരു ഗുരുമുഖത്ത് നിന്ന് നമുക്ക് നല്ല ആത്മജ്ഞാനം നമുക്ക് ഗുരു ഉപദേശിച്ച് തന്നാലും നമുക്ക് എന്ത് കിട്ടത്തില്ല? സ്വരൂപജ്ഞാനം നമുക്ക് ഉണ്ടാകത്തില്ല. എന്താ കാരണം? ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്താത്തതുകൊണ്ട്. ഇപ്പം ഈ ഒരു ഭഗവത്ഗീത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പം ഇത് മക്കൾക്ക് പറഞ്ഞു തരുന്നു. ഈ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ ഇതിൽ തന്നെ ഏകാഗ്രത ഇല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? എൻ്റെ മനസ്സ് മറ്റെങ്ങോട്ടെങ്കിലും പോകുകയാണെന്നൊക്കെ ഞാനിത് എങ്ങനെ ഇതിനകത്ത് ഏകാഗ്രതയായിട്ട് ഇതിൻ്റെ മനസ്സിലാക്കി തരാൻ പറ്റും?
അപ്പോൾ എന്താ വേണ്ടേ? എൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കിയെങ്കിലല്ലേ എനിക്കിത് പറഞ്ഞുതരാൻ പറ്റൂ. അതുപോലെ മക്കളെ, നിങ്ങൾക്ക് കേൾക്കുന്നതും അത്രത്തോളം ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കണമെങ്കിലും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും അതിൽ ലയിച്ച് ഇത് മനസ്സിലാക്കാനുള്ള ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കിയെങ്കിൽ മാത്രമേ ഇത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അവർക്കേ ആത്മജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കേട്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ത്രാണി വരത്തില്ല. സ്കൂളിൽ കുട്ടികളെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. മനസ്സ് എവിടെയെങ്കിലും ആണെങ്കിൽ ആ ടീച്ചർ എന്താ പറയുന്ന ആ കുട്ടി ഗ്രഹിക്കും. ഒരാചാര്യൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ എങ്ങനെയാണ് ആ കുട്ടി ഗ്രഹിക്കുന്നത്? ആ കുട്ടിയുടെ മനസ്സ് എവിടെയോ പോയി. അത് വീട്ടിലോ എവിടെയോ അമ്മയെടുക്കോ സ്കൂളിൽ ശരീരവും ഇരിക്കും, ആ കുട്ടി സ്കൂളിൽ ഇരിക്കും, സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. പക്ഷെ മനസ്സ് ചിലപ്പോൾ വീട്ടിൽ അമ്മയെടുത്തോ എവിടെയെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ആ കുട്ടി അത് കേൾക്കും? അതുപോലെയാണ് നമ്മളെ ഈ ആത്മജ്ഞാനം നമ്മളെ ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്താത്തവന് ശാസ്ത്രങ്ങളിൽ നിന്നും ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നതായാലും ഒരു ഗുരുവിൻ്റെ മുഖത്തുനിന്ന് കിട്ടുന്നതായാലും അങ്ങനെയുള്ളത് ജ്ഞാനം സിദ്ധിക്കപ്പെടുന്ന ആത്മവിഷയകമായ ബുദ്ധി, ആത്മീയമായ ആ ബുദ്ധി, അതായത് പ്രജ്ഞ, ആത്മസ്വരൂപ ജ്ഞാനം ഉണ്ടാകുന്നില്ല. നമുക്ക് ഏകാഗ്രതയോടുകൂടി ഇത് കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. ആ സമയത്ത് ഈ പറയുന്നതോ ഇതിൽ നിന്ന് നമ്മൾ വായിച്ച് ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കില്ലാതെ എവിടെയെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കടന്നു പോയാൽ ഇത് കേട്ടിട്ടോ നമ്മൾ വായിച്ചാലോ അത് മനസ്സിലോട്ട് കയറുമോ? ഇത് ചുമ്മാതെ വായിച്ചുകൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ, 100 വട്ടം വായിച്ചാലും എന്താണെന്നോലും മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകാത്ത കാര്യം എന്താ? ശ്രദ്ധ അതിലില്ലാത്തതുകൊണ്ടാണ്. എവിടെ പോയി ശ്രദ്ധ? എവിടെയോ മനസ്സങ്ങ് പോയി. കുട്ടികളാണെങ്കിൽ അമ്മയുടെയോ അല്ലെങ്കിൽ കൂട്ടുകാർ തങ്ങളിൽ കളിക്കാനൊക്കെ പോകുന്ന ശ്രദ്ധയൊക്കെ ഉള്ളിൽ കിടക്കും. എനിക്ക് സ്കൂൾ വിടുമ്പം അടുത്ത പരിപാടി എന്താ, നമുക്ക് എല്ലാവരും ഇന്നപോലെ ഇന്ന കളി കളിക്കണം. ഇതൊക്കെയാണല്ലോ കുട്ടികളുടെ രീതി, കളികൾ. അവർ ചില കുട്ടികളങ്ങനെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാണ്ട് കളിയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തിൽ ഒന്നും ശ്രദ്ധ വരത്തില്ല. മനസ്സ് കളിയിലേക്ക് അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് ഇവിടെയും ആത്മീയമായ ഈ നിറവ് ഇത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ആത്മസ്വരൂപ ജ്ഞാനം, പരമാത്മാവിനെ അറിയുന്ന ഈ അറിവ്, ഈ ജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഈ പഞ്ച ഇന്ദ്രിയങ്ങളും മനസ്സാകുന്ന ഇന്ദ്രിയം കൂടെ നമ്മൾ അതിനെ വധിച്ചെന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഉള്ളിലേക്ക് ആമ എങ്ങനെയാ അതിൻ്റെ തലയും കാലും എല്ലാം ഈ തോട്ടിനകത്ത് ആക്കിയിട്ട് അത് എല്ലാ ആഹാരങ്ങളൊക്കെ എടുത്തിട്ട് അത് സുഖമായി ആരുടെയും ഒരു ശല്യവും ഇല്ല, അതിനെയായിട്ട് ഉപദ്രവിക്കത്തില്ല, അതിൻ്റെ തലയെല്ലാം അകത്താക്കി അതങ്ങ് വിശ്രമിക്കും. അതുപോലെ നമുക്കും ഇതുപോലെ മനസ്സും ഇന്ദ്രിയും എല്ലാം അങ്ങ് അടങ്ങണം. അപ്പോഴാണ് ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടാവും. ഇത് കേട്ടാലും മനസ്സിലിരിക്കും, ഇത് വായിച്ച് മനസ്സിലാക്കാം. ഒരു ഗുരു, ഒരു ആചാര്യൻ ഇത് നമുക്ക് ഉപദേശം തന്നാലും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്താ കാരണം? ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ പരിധിയിൽ നിൽക്കണം. അല്ലാതെ ഒരു ഗുരു ഇത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മനസ്സ് പോയാൽ ഇത് കിട്ടുമോ? എങ്ങനെ കിട്ടും? അതാണിത് പറയും, ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്താത്തവന് ശാസ്ത്രങ്ങളിൽ നിന്നും, അത് ഭഗവത്ഗീതയോ അതിലെ ഭാഗവതമോ ഇതിൽ നിന്നോ അല്ലെങ്കിൽ ആചാര്യൻ ഒരു ഗുരുവിൽ നിന്നോ സിദ്ധിക്കപ്പെടുന്ന ആത്മവിഷയകമായ ബുദ്ധി, അതായത് ആത്മസ്വരൂപ ജ്ഞാനം ഉണ്ടാകുന്നില്ല. അജിതേന്ദ്രിയന് ആത്മധ്യാനവും ഉണ്ടാകുന്നില്ല. ഇന്ദ്രിയം എന്ന് വെച്ചാൽ ഇന്ദ്രിയത്തെ ജയിക്കാത്തവനെയാണ് അജിതേന്ദ്രിയൻ എന്ന് ഇട്ടിട്ട് പറയണം. വെറും ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ജയിച്ചവൻ എന്നർത്ഥം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് ജിതേ ഇന്ദ്രിയൻ, ഇന്ദ്രിയത്തെ ജയിച്ചവൻ. എന്നാൽ ഇന്ദ്രിയത്തെ ജയിക്കാത്തവന് അജിതേന്ദ്രിയൻ എന്ന് പറയും. അജിതേന്ദ്രിയൻ എന്ന് പറയും. അപ്പോൾ അജിതേന്ദ്രിയൻ, അതായത് ഇന്ദ്രിയത്തെ ജയിക്കാത്തവന് ആത്മധ്യാനം ഉണ്ടാകത്തില്ല. കാരണം ഇന്ദ്രിയം അടങ്ങുന്നില്ല. എവിടെയോ പോകുന്നവൻ എങ്ങനെ ആധ്യാത്മികമായി പരമാത്മ ലയിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ അടക്കാത്ത ഒരുത്തന് അജിതേന്ദ്രിയന് ആത്മസ്വരൂപ ധ്യാനം, ആത്മാവിൽ ലയിക്കാൻ, അതായത് ആത്മധ്യാനവും ഉണ്ടാകുന്നില്ല. ആത്മധ്യാനത്തെ ചെയ്യാത്തവൻ എന്തുണ്ടാകത്തില്ല? ആത്മാവിൽ ചിത്തോ ഉപരമവും മനസ്ഥൈര്യവുമില്ല. അപ്പോൾ ആത്മധ്യാനം ചെയ്യാനൊക്കത്തില്ല. ആത്മധ്യാനം ചെയ്യണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടങ്ങണം. അപ്പോൾ അയാൾ വെറുതെ ധ്യാനിക്കാൻ ഇരുന്നിട്ടുമല്ല കാര്യമുണ്ടോ? അപ്പോൾ ആത്മധ്യാനത്തെ ചെയ്തില്ലെങ്കിൽ എന്ത് വരും? ആത്മാവിൽ ചിത്തോ ഉപരമം, അതായത് മനസ്സിനെ അടക്കിയ ആ പരമാത്മയിൽ ലയിക്കാനുള്ള മനസ്ഥൈര്യവുമില്ല. മനസ്ഥൈര്യം ഇല്ലാത്തവന് മോക്ഷാനന്ദമായിരിക്കുന്ന സുഖം എവിടെ കിട്ടും? എവിടെ ഉണ്ടാവും? എവിടെ എന്നാ ചോദിച്ചേക്കുന്നത്. അതായത് ആത്മധ്യാനത്തെ ചെയ്യാത്തവന് ആത്മാവിൽ ചിത്തോപരമവും, അതായത് ചിത്തം അടങ്ങി ആ
മൂർധന്യാവസ്ഥയിൽ ഏകാഗ്രതമായി ആ ധ്യാനത്തിൽ മുഴുകി ആ ഉപരവശ അത്രമാത്രം ആ മൂർധാവിൽ എത്തിപ്പിടിച്ച് പരമാവധി ലയിക്കുന്നതാണ് ചിത്തോപരമവും. മനസ്ഥൈര്യവും ഇല്ല മനസ്സിനെയും ഇന്ദ്രിയങ്ങളെ അടക്കാത്തവന്. അങ്ങനെ ഉള്ളവന് മനസ്ഥൈര്യമില്ലാത്തവന് മോക്ഷാനന്ദമായിരിക്കുന്ന സുഖം എവിടെ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നു? ഒരിക്കലും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാത്ത ഒരു വ്യക്തിക്ക് ആത്മധ്യാനത്തിൽ ആത്മവിദ്യ നേടാൻ പറ്റുകയില്ല. ആത്മസ്വരൂപ ജ്ഞാനം ഉണ്ടാകത്തുമില്ല. ആ അജിതേന്ദ്രന് ഇന്ദ്രിയത്തെ അടക്കാത്തവന് ആത്മധ്യാനവും ഉണ്ടാകുന്നില്ല. വെറുതെ ധ്യാനിക്കുക. അതല്ലേ യോഗയ്ക്ക് പോയി ഒരുപാട് പേരിക്കും, ചിലർക്ക് മാത്രമേ ഇത് സാധിക്കുന്നുള്ളൂ. കാരണം എന്താ? മനസ്സ് അവിടെ ഇരിക്കത്തില്ല. ശരീരം മാത്രമേ ധ്യാനത്തിൽ യോഗയിൽ ഇരിക്കുന്നുള്ളൂ. പക്ഷേ മനസ്സ് എവിടെയോ പോയിരുന്നാൽ എങ്ങനെ ധ്യാനത്തിൽ ലയിച്ച് ആ ആത്മീയമായ നിറവ് അദ്ദേഹത്തിന് കിട്ടാൻ പറ്റും ആർക്കായാലും? അതുകൊണ്ടാണ് ഇവിടെ ആത്മധ്യാനത്തെ ചെയ്യാത്തവന് ആത്മാവിൽ വിശുദ്ധോ ഉപരമവും മനസ്ഥൈര്യവുമില്ല. മനസ്ഥൈര്യമില്ലാത്തവന് മോക്ഷാനന്ദമായിരിക്കുന്നേ സുഖമെവിടെ? അപ്പോൾ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ആദ്യമേ എന്താ വേണ്ടേ? നമ്മളെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് വരും? ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയം കണ്ണിനെ നിലയ്ക്ക് നിർത്തായിരുന്ന കണ്ണിന് എവിടെയെങ്കിലും പോയി കാണണമെന്ന് തോന്നുമ്പോൾ ആ കണ്ണാകുന്ന ഇന്ദ്രിയം മനസ്സിനെ കൂടെ വലിച്ചുകൊണ്ട് പോകും. അപ്പം കണ്ണിൻ്റെ കൂടെ ആ ഇന്ദ്രിയത്തിൻ്റെ അടുക്കിലേക്ക് ആ മനസ്സ് ചെന്നെങ്കിലല്ലേ അവിടെ എന്താ നടക്കുന്നത് കാണാൻ പറ്റും. കണ്ണ് മാത്രം പോയാൽ പറ്റത്തില്ലല്ലോ. അവിടെ മനസ്സിലാക്കണേ മനസ്സും കൂടെ ചെല്ലണം. അപ്പം എവിടെയെങ്കിലും വല്ലതും കേൾക്കുന്നെങ്കിലോ ആ ശ്രോത്രേന്ദ്രിയം, അത് ചെവി ഉണ്ടല്ലേ കേൾക്കുക, ആ ശ്രോത്രേന്ദ്രിയത്തിൻ്റെ അടുക്കിലേക്ക് ആര് കൂടെ പോകും? മനസ്സ് കൂടെ അങ്ങ് പോകും. അപ്പോൾ അവിടെ മനസ്സിനും ഈ ഇന്ദ്രിയത്തിനും വല്ല അടക്കമുണ്ടോ? അത് എപ്പോൾ അടങ്ങി വരുന്നു? ഇതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവിടെ തന്നെ അടങ്ങിയിരുന്നെങ്കിലേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. ഇന്ദ്രിയം എവിടെയെങ്കിലും ഓടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ ധ്യാനിക്കാനിരിക്കും? എങ്ങനെ ആത്മീയമായ നിറവ് കിട്ടും? എങ്ങനെ മോക്ഷ ആനന്ദം ലഭിക്കും? അതുകൊണ്ടാണ് പറയുന്നത് മനസ്ഥൈര്യമില്ലാത്തവന് മോക്ഷ ആനന്ദമായിരിക്കുന്ന സുഖം എവിടെ? അപ്പോൾ ആനന്ദ നിർവൃതിയായ അനുഭൂതി കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യമേ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെയും വധിച്ച്, അതിനാണ് മനസ്സിനെ ഉപമിച്ചേക്കുന്ന കുതിരയെന്ന. കുതിരയ്ക്ക് മൂക്കയർ പോലിട്ട് കുതിരയെ നിയന്ത്രിച്ചാണ് കുതിരയെ കൊണ്ട് നടക്കുന്നത് എല്ലാവരും. അല്ലാതെ കുതിരയ്ക്ക് കടിഞ്ഞാനിട്ടില്ലേ കുതിരയ്ക്ക് തോന്നുന്ന വഴിയേ പോകും. അതിൻ്റെ എന്താ പറയുന്നത്, ഈ മൂക്കയറി പിടിച്ച് ആ ഉടമസ്ഥൻ അതിൻ്റെ മുകളിൽ നിന്ന് അത് പിടിച്ച് നിയന്ത്രിച്ച് അതിനെ എങ്ങോട്ട് വിടണമെന്ന് ചിന്തിക്കുന്ന ആൾ അതിനെ ഓടിക്കുന്ന ആളാണ്. അല്ല കുതിരയ്ക്ക് സ്വാതന്ത്ര്യമായിട്ടങ്ങ് വിട്ടാൽ കുതിര അവർക്ക് തോന്നുന്നത്തേക്ക് അതങ്ങ് പോകും. നമ്മുടെ മനസ്സും അതുപോലെ, നമ്മൾ നിയന്ത്രിക്കാതിരുന്നാൽ നമ്മുടെ മനസ്സ് എവിടേക്കോ അങ്ങ് പോകും. അതുകൊണ്ട് അങ്ങനെ പോകുന്ന മനസ്സുള്ളവർക്ക് ആത്മധ്യാനത്തിൽ ആനന്ദിക്കാൻ പറ്റുകയില്ല. അതാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഒരു ജിതേന്ദ്രിയനാവാൻ ശ്രമിക്കാം. ഇന്ദ്രിയൻ വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവൻ. അവർക്ക് മാത്രമേ ഇന്ദ്രിയങ്ങളെല്ലാം ജയിക്കുമ്പം നമ്മുടെ മനസ്സ് അവിടെ, കാരണം ഈ മനസ്സിനെ വലിച്ചുകൊണ്ട് പോണത് ആരാണ്? ഈ ഇന്ദ്രിയങ്ങളാണ്. മനസ്സിനെങ്ങും സമാധാനത്തിരിക്കാൻ ഇന്ദ്രിയം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ജിതേന്ദ്രനാണ്. അജിതേന്ദ്രനായാൽ എന്തുവരെ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവർക്ക് ആത്മീയ സുഖം ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് ഇന്നത്തെ പാഠം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.